പരിശുദ്ധമായ ദീനുണ്ടല്ലോ, ജീവിതത്തിൽ ഒരു തമാശയ്ക്ക് പോലും കള്ളം പറയാത്ത ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാ, ഈ പരിശുദ്ധമായ ദീനുണ്ടല്ലോ പടച്ചവനെ കുടകിന്റെ പരിസരത്ത് മാത്രമല്ല ഈ ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും കൊട്ടാരം മുതൽ കുടില് വരെ പട്ടണം മുതൽ ഗ്രാമം വരെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീന് വ്യാപിക്കുമെന്ന് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരുമ്പോൾ ഈ വഅദ കേൾക്കാൻ വന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് ദീനില്ലാതായി പോകുമോ, ഖുർആൻ നശിച്ചു പോകുമോ, മുസ്ലിമീങ്ങൾ ഇല്ലാതായി പോകുമോ എന്ന് പറയുന്ന ഒരു ഭയം നിങ്ങൾക്ക് ആർക്കും വേണ്ടടോ. അത് ഒരിക്കലും അല്ലാഹു അത് ഏറ്റെടുത്തിരിക്കുന്ന കാര്യമാണ്. പിന്നെ നീ ഭയപ്പെടേണ്ട വിഷയമേതാ? പിന്നെ നമ്മൾ ഭയപ്പെടേണ്ട വിഷയമേതാ? ലോകത്ത് ദീനില്ലാതെ പോകുമെന്നുള്ള ഭയമല്ല. നമ്മൾ ഭയപ്പെടേണ്ട കാര്യം എന്തെന്നറിയുമോ? നമുക്ക് ദീനില്ലാതെ പോകുന്നതിനെയാ. നമുക്ക് ദീനില്ലാതെ പോകുന്നടോ, നമ്മുടെ വീട്ടില് ദീനില്ലാതെ പോകുന്നടോ, നമ്മുടെ മക്കളിൽ ദീനില്ലാതെ പോകുന്നടോ, നമ്മൾ ദീനീ ബോധമില്ലാതെ ആയി പോകുന്നതിന് ഞാനും ഭയക്കണം, നിങ്ങളും ഭയക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഭയക്കേണ്ട കാര്യം അതാണ്. നമുക്കാണ് ദീനില്ലാതെ പോകുന്നത്. നമുക്ക് ദീനുണ്ടായാൽ പടച്ചവനെ നമ്മുടെ മുൻഗാമികൾക്ക് ദീനുണ്ടായത് കൊണ്ടാണ് അല്ലാഹുവേ ഒരു മുസ്ലിമിന്റെ ജീവിതം കണ്ടപ്പോഴാണ് ജനങ്ങളെ മതത്തിലേക്ക് കടന്നു വന്നത്. ആരുടെയും വഅദ കേട്ടിട്ടല്ല, ഒരാളുടെയും പ്രഭാഷണം കേട്ടിട്ടല്ല. ഒരു മുസ്ലിമായ ഒരു മനുഷ്യന്റെ ജീവിതം കണ്ടപ്പോ അല്ലാഹുവിന്റെ ദീനിലേക്ക് ജനങ്ങളെ കടന്നു വരികയാണ്. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. പണ്ടൊരു കാലമുണ്ടായിരുന്നടോ, എന്റെ അയൽവാസി മുസ്ലിമാണെന്ന് അഭിമാനത്തോടു കൂടി പറഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നടോ. ഇന്നെല്ലാം മാറിയല്ലോ. ഇന്ന് മുസ്ലിമിനെ കാണുമ്പോ ജനങ്ങൾ ഓടി ഒളിക്കാൻ നോക്കുകയാണ്. കാരണം മുസ്ലിമാകുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരെ പോലെ ആകണമെന്നറിയുമോ? ഒരു യഥാർത്ഥ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ആരാകണമെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, ജനങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് ഹജ്ജിന് പോകാൻ തയ്യാറെടുക്കുന്ന സമയമാണല്ലോ. ഒരാള് കഅബയെ പോലെയാകണമെന്നാണ്, ഒരാള് കഅബയെ പോലെയാകണമെന്നാണ്. കഅബാലയത്തിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും യാത്ര ചെയ്യാൻ കൊതിക്കുന്നവരാ, യാത്ര പോകാൻ ആഗ്രഹിക്കുന്നവരാ. പടച്ചവനെ, നമ്മൾ അല്പ ലീവ് കിട്ടുമ്പോൾ, ഒരു വെക്കേഷൻ കടന്നു വരുമ്പോൾ, ഒരു ഞായറാഴ്ച കടന്നു വരുമ്പോൾ നമ്മൾ കറങ്ങാൻ പോകുന്നവരാണല്ലോ. നമ്മൾ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, യാത്രയ്ക്ക് വേണ്ടി എവിടെ പോകണം? ഭർത്താവും മക്കളും ഒരുമിച്ച് കൂടുകയാണ്. അപ്പോഴാണ് ഒരാൾ പറയുന്നത് നമുക്ക് ഊട്ടിയിൽ പോകാം. അപ്പൊ പറയുന്നു, കഴിഞ്ഞ പ്രാവശ്യം ഊട്ടിയിൽ പോയതല്ലേ, അതുകൊണ്ട് കൊടൈക്കനാലിൽ പോകാം. അവിടെ നമ്മൾ പോയതല്ലേ, എങ്കിൽ നമുക്ക് മൈസൂർ പോകാം. പോയ സ്ഥലത്തേക്ക് പിന്നെ പോകാൻ നമ്മുടെ മനസ്സ് അനുവദിക്കുന്നില്ല. നമ്മൾ പുതുമ ഇഷ്ടപ്പെടുകയാണ്, മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ കൊതിക്കുകയാണ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ. ആ വിശുദ്ധമായ കഅബാലയത്തിൽ ഒരു പ്രാവശ്യമല്ല, 1 കോടി പ്രാവശ്യം ഒരു മനുഷ്യൻ പോയാലും അവന് മടുപ്പ് തോന്നുന്നില്ല. ഉംറയ്ക്ക് പോകാൻ ഒരു അവസരം കിട്ടുമ്പോ, ഹജ്ജിന് പോകാൻ ഒരു അവസരം ഉണ്ടാകുമ്പോ ഞാൻ അവിടെ പോയതാണ്, അതുകൊണ്ട് അടുത്ത സ്ഥലത്ത് പോകാമെന്ന് ആരും പറയാറില്ല. എല്ലാവരും അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. ആ കഅബയൊന്ന് കാണാൻ, ആ കഅബയൊന്ന് തൊടാൻ, ആ കഅബയുടെ കില്ല പിടിക്കാൻ, ആ ഹജറുൽ അസ്വദ് ഒന്ന് ചുംബിക്കാൻ, പടച്ചവനെ ആ കഅബ കണ്ടുകൊണ്ടൊന്ന് നിസ്കരിക്കാൻ, ആ കഅബാലയത്തിലേക്ക് പോകാൻ ജനങ്ങൾ കൊതിക്കുകയാണ്, ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. കണ്ടാ മതി വരുന്നില്ല, പടച്ചവനെ ചാരത്തിരുന്നാ മതി വരുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, എത്ര കണ്ട മനുഷ്യനാണെങ്കിലും അവസാനം പരിശുദ്ധമായ കഅബാലയത്തിന്റെ മതാഫിലൂടെ വിടവാങ്ങലിന്റെ തവാഫ് നടത്തുമ്പോ
ഓരോ തവാഫ് കഴിയുമ്പോഴും അവന്റെ ഹൃദയമൊന്ന് പിടയ്ക്കുകയാണ്. പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുന്നിലൂടെ അവസാനം 7ാമത്തെ തവാഫ് നടത്തി കഴിയുമ്പോ അവന് കഅബയോട് സലാം പറയുന്ന ഒരു രംഗമുണ്ടോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിനോട് പടച്ചവനെ സലാം പറയുന്ന ഒരു സമയമുണ്ടോ. ഏതൊരു മനുഷ്യന്റെയും കണ്ണ് നിറഞ്ഞു പോകുന്ന സമയമാണ്. അവന്റെ ഹൃദയമൊന്ന് പിടയ്ക്കുകയാണ്, അവന്റെ കൈകാലുകളൊന്ന് വിറയ്ക്കുകയാണ്. അവസാനം കഅബാലയത്തിൽ നിന്ന് വിട പറയുമ്പോ വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോ പടച്ചവനെ പിന്നെയും പിന്നെയും കഅബാലയത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ്. അവൻ അപ്പോഴും അല്ലാഹുവോട് പറയുന്നത് എന്തെന്നറിയുമോ? അല്ലാഹുവേ, ഇനിയും എന്നെ ഇവിടെ എത്തിക്കണേ അല്ലാ. അവസാനത്തെ സിയാറത്താക്കല്ലേ അല്ലാ. ഇനിയും എനിക്ക് വരണം പടച്ചവനെ, ഇനിയും എനിക്ക് കാണണം പടച്ചവനെ, ഇനിയും എനിക്ക് ചുംബിക്കണം പടച്ചവനെ, ഇനിയും എനിക്കൊരവസരം തരണേ എന്ന് ആ കഅബാലയത്തെ അവസാനമായി കാണുമ്പോ അവിടെ നിന്നുകൊണ്ട് കരഞ്ഞു ദുആ ചെയ്തിട്ടാണ് വരുന്നത്. ഇതാണ് കഅബാലയത്തിന്റെ പ്രത്യേകത. ഇതാണ്, ഇതുപോലെയാണ് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആ കഅബാലയത്തെ പോലെയാണ്. പടച്ചവനെ ആരെങ്കിലും നബിതങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അവനും മതി വരുന്നില്ലടോ. നബിതങ്ങളെ കണ്ടവന് പിന്നെയും കാണാൻ ആഗ്രഹമാണ്. നബിതങ്ങളോട് സംസാരിച്ചവർക്ക് പിന്നെയും സംസാരിക്കാൻ ആഗ്രഹമാണ്. നബിതങ്ങളുടെ കൂടെ ഇരുന്നവർക്ക് മടുപ്പ് വരുന്നില്ല സഹോദര, പിന്നെയും നബിതങ്ങളുടെ കൂടെ ഇരിക്കാൻ ആഗ്രഹമാണ്. നബിയോടൊപ്പം യാത്ര ചെയ്തവരുണ്ടല്ലോ, അവർക്ക് പിന്നെയും നബിതങ്ങളോടൊപ്പം യാത്ര ചെയ്യാൻ ആഗ്രഹമാണ്. ഒരിക്കലും മടുപ്പ് വരുന്നില്ല, ഒരിക്കലും മുഷിപ്പ് തോന്നുന്നില്ല, ഒരിക്കലും മതി വരുന്നില്ല. അതാണ് സഫ്വാൻ എന്ന് പറയുന്ന സ്വഹാബിയുണ്ടല്ലോ, സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ചരിത്രം പഠിപ്പിക്കുന്നത് അതാണ്. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലൂടെ നടന്നു വരുമ്പോ എല്ലും തോലുമായിരിക്കുകയാണ്. വല്ലാതെ ശരീരം മുഴുവനും തളർന്നു പോയിരിക്കുകയാണ്. എന്തോ മാരക രോഗം പിടിച്ചവരെ പോലെ സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, സൗബാൻ, നിനക്കെന്തു പറ്റി സൗബാൻ? നിന്റെ പ്രയാസം എന്താണ് സൗബാൻ? നിനക്ക് എന്തെങ്കിലും രോഗമുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് ചോദിക്കുമ്പോ സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് രോഗമില്ല നബിയേ, എനിക്കൊരു പ്രയാസവുമില്ല നബിയേ. പിന്നെ എന്തുകൊണ്ടാണ് നീ എല്ലും തോലുമായിരിക്കുന്നത്? നിന്റെ ശരീരം എന്തേ ഇത്ര ക്ഷീണിച്ചു പോയത്? സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുകയാണ്, ടെൻഷനാണ് നബിയേ, വല്ലാത്ത ടെൻഷനാണ് നബിയേ. നബിതങ്ങൾ ചോദിക്കുന്നു, നിന്റെ ടെൻഷൻ എന്താണ്? അപ്പോഴാണ് സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുകയാണ്, അങ്ങയുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ, നബിതങ്ങളെ കാണുമ്പോൾ, അങ്ങയുടെ മുമ്പിലിരിക്കുമ്പോൾ, അങ്ങയുടെ പ്രഭാഷണം കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമാണ് നബിയേ, എനിക്ക് വല്ലാത്ത ആനന്ദമാണ് നബിയേ. പക്ഷേ അങ്ങയെ കാണാതെ വന്നാ വല്ലാത്ത ടെൻഷൻ വരുന്നു നബിയേ. ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല നബിയേ, സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുന്നില്ല നബിയേ. ഇതാണടോ അല്ലാഹുവിന്റെ റസൂലിന്റെ ഗുണമാണ്. കണ്ടാ മതി വരുന്നില്ല, കണ്ടാ കൊതി തീരുന്നില്ല, സംസാരിച്ചാ പിന്നെയും പിന്നെയും സംസാരിക്കാൻ തോന്നുകയാ. കൂടെ നടന്നാലും കൂടെ ഇരുന്നാലും പിന്നെയും പിന്നെയും കൊതിക്കുകയാണ്. ഒരു മുസ്ലിമിന്റെ ജീവിതം ഇതാണ്, ഒരു മുസ്ലിമിന്റെ ജീവിതം ഇതാണ്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതം കണ്ടാൽ ജനങ്ങൾ പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വരികയാ. ഒരു മുസ്ലിമിന്റെ ജീവിതം അങ്ങനെയാണ്, സ്വഹാബത്തിന്റെ ജീവിതം അങ്ങനെയാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്
ഹദീസിൽ കാണാം, യമനിലെ രാജാവാണ് സുമാമ. യമൻ എന്ന് പറയുന്ന രാജ്യത്തെ രാജാവാണ് സുമാമ. പടച്ചവനെ, സുമാമയ്ക്ക് അല്ലാഹുവിന്റെ ദീനിനോട് വല്ലാത്ത വെറുപ്പാണ്, നിബിതങ്ങളെ വല്ലാത്ത വെറുപ്പാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലാൻ നോക്കിയവനാണ് സുമാമ. നിബിതങ്ങളെ കൊല്ലാൻ നോക്കിയടോ. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല നിബിതങ്ങളെ രക്ഷപ്പെടുത്തുകയാണ്. നിബിതങ്ങളെ കൊല്ലാൻ പറ്റാതെ വന്നതിന്റെ ദേഷ്യത്തില് ഒരുപാട് സ്വഹാബികളെ കൊല്ലുകയാണ്. പടച്ചവനെ, സുമാമ എന്ന് പറയുന്ന വൃത്തികെട്ടവനുണ്ടല്ലോ, ഒരുപാട് മുസ്ലിമീങ്ങളെ കൊല്ലുകയാണ്, ഒരുപാട് ഉപദ്രവിക്കുകയാണ്. അവന്റെ ഉപദ്രവവും അവന്റെ ശർറും സഹിക്കാൻ പറ്റാതെ വന്നപ്പോ നിബിതങ്ങളെ പറഞ്ഞു, സ്വഹാബാ, സുമാമ എവിടെ വെച്ച് കണ്ടാലും കൊന്നുകളയാറ് നിബിതങ്ങൾ പറഞ്ഞ മനുഷ്യനാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, സുമാമ അല്ലാഹുവേ സ്വഹാബത്ത് തിരഞ്ഞു നടക്കുകയാണ്. അപ്പോഴാണ് ഒരു ദിവസം മദീനയിൽ പാതിരാത്രിയിൽ ഒരു മനുഷ്യനെ കാണുകയാണ്. അസമയത്തൊരു മനുഷ്യനെ കാണുകയാണ്. അവന്റെ പ്രവർത്തനങ്ങൾ മുഴുവനും സംശയമാണ്. ഇവൻ അല്ലാഹുവിന്റെ ദീനിന് അനുകൂലമാണോ, ഇവന് നമ്മുടെ ദീനിന്റെ ശത്രുവാണോ? അവന്റെ ചോദ്യങ്ങളും അവന്റെ പ്രവർത്തനങ്ങളും സ്വഹാബത്തിന് സംശയമുണ്ടാക്കുകയാണ്. അങ്ങനെ പിടിച്ചുകൊണ്ടുവന്ന മസ്ജിദ് നബവിയുടെ തൂണിൽ കെട്ടിയിടുകയാണ്. നിബിതങ്ങൾ വരട്ടെ, അല്ലാഹുവിന്റെ റസൂൽ വന്നിട്ട് തീരുമാനിക്കാം. പടച്ചവനെ, സുബഹി നമസ്കാരത്തിന് വേണ്ടി നിബിതങ്ങൾ കടന്നു വന്നു. നമസ്കാരം കഴിഞ്ഞപ്പോ സ്വഹാബത്ത് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, പാതിരാത്രി അസമയത്ത് ഒരു മനുഷ്യനെ കിട്ടി നബിയെ. അവൻ ഇസ്ലാമിന്റെ അനുകൂലിയാണോ, ഇസ്ലാമിന്റെ ശത്രുവാണോ ഞങ്ങൾക്കറിയില്ല നബിയെ. അതുകൊണ്ട് അങ്ങ് വന്നിട്ട് തീരുമാനിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മസ്ജിദ് നബവിയുടെ തൂണിൽ കെട്ടിക്കിട്ടിരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകനെ കാണാൻ പോയടോ. ആ തൂണിൽ കെട്ടിക്കിട്ടിരിക്കുന്ന മനുഷ്യനാരാണെന്ന് നിബിതങ്ങൾ ചെന്ന് നോക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, സ്വഹാബാ, ഈ തൂണിൽ കെട്ടിക്കിട്ടിരിക്കുന്നത് ആരെയാണെന്നറിയുമോ സഹാബാ? യാ റസൂലല്ലാഹ്, ഞങ്ങൾക്കറിയില്ല നബിയേ, ഞങ്ങൾക്കറിയില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ, ഇവനാണ് സുമാമ, ഇവനാണ് സുമാമ. ഇസ്ലാമിന്റെ ഒരുപാട് ഉപദ്രവമുണ്ടാക്കിയ, നിബിതങ്ങളെ കൊല്ലാൻ പോയ, സ്വഹാബത്തിനെ കൊന്നുകളഞ്ഞ സുമാമയാണ് മസ്ജിദ് നബവിയുടെ തൂണിൽ കെട്ടിക്കിട്ടിരിക്കുന്നത്. സ്വഹാബത്ത് കൊതിച്ചു പോവുകയാണ്. എന്നോടെങ്ങാണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവനെ കൊല്ലാറ്, അല്ലാഹുവിന്റെ റസൂൽ എന്നോടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഓരോ സ്വഹാബിയും കൊതിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഇങ്ങനെ നിബിതങ്ങളുടെ മറുപടി കേൾക്കാറ് കാത്തു നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്തെന്നറിയുമോ സ്വഹാബാ? ഒരാളും തൊട്ടുപോകല്ലേ സ്വഹാബാ, ഒരാളും തൊട്ടുപോകല്ലേ സ്വഹാബാ. വാളുകൊണ്ടാണ് പരിശുദ്ധമായ ദീൻ വളർന്നെന്ന് പരിഹസിക്കുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവര്, കാശ്മീരിൽ 27 പേരെ വെടിവെച്ച് കൊന്ന വാർത്ത കേട്ടപ്പോ അല്ലാഹുവിന്റെ ദീനിനെ കളിയാക്കുന്നവരുണ്ടല്ലോ, മുസ്ലിം സമുദായത്തെ ആക്ഷേപിക്കുന്നവരുണ്ടോ. എന്നാൽ അല്ലാഹുവിന്റെ ദീനിന്റെ നിയമം എന്തെന്നറിയുമോ? ഈ ഭൂമിയിലുള്ള ഒരു മനുഷ്യനെ കൊല്ലുന്നത്, ഒരാളെ കൊല്ലുന്നത് ഈ ഭൂമിയിലുള്ള സർവരെയും കൊല്ലുന്നതിന് തുല്യമാണെന്ന് പഠിപ്പിച്ച മതമാണ് അല്ലാഹുവിന്റെ മതം. കൊലപാതകത്തെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഭീകരവാദമാകട്ടെ, തീവ്രവാദമാകട്ടെ, ഒരാളെയും പ്രയാസപ്പെടുത്തരുതെന്ന് പഠിപ്പിക്കുന്ന മതമാണ്. അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് പഠിക്കണം സഹോദര. റോഡിലൂടെ നടന്നു പോകുന്ന ഒരു മനുഷ്യന് ഉപദ്രവമായിട്ട് റോഡിൽ ഒരു കല്ല് കിടന്നാൽ, ഒരു കമ്പ് കിടന്നാൽ, ഒരു കുപ്പിച്ചില്ല് കിടന്നാൽ അതെടുത്തു മാറ്റുന്നവന് സ്വർഗമുണ്ടെന്ന് പഠിപ്പിച്ച മതമാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീൻ. റോഡിലൂടെ നടന്നു പോകുന്നവർക്ക് ഉപദ്രവമായി കിടക്കുന്ന ഒരു കല്ലെടുത്തു മാറ്റിയാൽ അവൻ
എളുപ്പത്തിൽ സ്വർഗ്ഗത്തിൽ പോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച മതമാണ്. ഒരിക്കലും ഒരു മുസ്ലിമിന് ഒരാളെ കൊല്ലാൻ കഴിയില്ല, ഒരാളെ വേദനിപ്പിക്കാൻ കഴിയില്ല, അവൻ ജീവിക്കുന്ന രാജ്യത്തിനെതിരായി പ്രവർത്തിക്കാൻ കഴിയില്ല. അവൻ നിയമങ്ങളെ കാറ്റിൽ പറത്തുന്നവനല്ല, അവൻ അനുസരണയുള്ളവനാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം തന്നെ അനുസരണയുള്ളവനാണെന്ന്. അവൻ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവനാ, ഇസ്ലാമിന്റെ നിയമങ്ങൾ അനുസരിക്കുന്നവനാ, നിബിധങ്ങൾ പറയുന്നത് അനുസരിക്കുന്നവനാ. അതുകൊണ്ട് ഒരാളെയും കൊല്ലുന്നവനല്ല, ഒരാളെയും വേദനിപ്പിക്കുന്നവനല്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ പരിഹസിക്കുന്നവര്, അള്ളാന്റെ ദീനിനെ നാണം കെടുത്തുന്നവര്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയുമോ? നിന്റെ വീട് നീ മുകളിലേക്ക് ഉയർത്തിക്കെട്ടാൻ പാടില്ല. അയൽവാസിയുടെ വീട്ടിലേക്ക് കാറ്റും വെളിച്ചവും പോകുന്നതിന് തടസ്സമാണെങ്കിൽ നീ വീട് പോലും ഉയർത്തിക്കെട്ടാൻ പാടില്ലെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധമായ ദീൻ. അയൽവാസിക്ക് ഉപദ്രവമാകുമെങ്കിൽ അവന്റെ വീട്ടിലേക്ക് കാറ്റും വെളിച്ചവും പോകുന്നതിന് തടസ്സമാണ് 2 നില വീട് വെക്കുന്നതെങ്കിൽ നീ 2 നില വീട് വെക്കാൻ പാടില്ലെന്ന് പഠിപ്പിച്ച മതമാണ് അല്ലാഹുവിന്റെ വിശുദ്ധ ദീൻ. ആ ദീനിന്റെ അനുയായികളെ പരിഹസിക്കുന്നവരുണ്ടല്ലോ, അറിയാത്തത് കൊണ്ടാ സഹോദരാ, നിനക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. എവനെങ്കിലും വിളിച്ചു പറയുന്നത് കേട്ടാ പോരാ, പഠിക്കണേ സഹോദരാ, പഠിക്കണേ സഹോദരാ. എന്റെ പ്രിയപ്പെട്ടവര്, നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ജദാ കാശ്മീരിൽ വെടിവെപ്പിൽ മരണപ്പെട്ടു പോയത്. ആ മനുഷ്യന്റെ പൊന്നാര മകള് പറഞ്ഞ വാർത്ത എന്തെന്നറിയുമോ? പത്രക്കാരോട് ആ പെങ്ങള് പറയുകയാ, കാശ്മീരിൽ എനിക്ക് 2 സഹോദരങ്ങളെ കിട്ടി. എനിക്ക് സ്വന്തം അച്ഛൻ മരിച്ച പൊന്നുമോള് പത്രക്കാരോട് പറയുകയാണ്, എനിക്ക് കാശ്മീരിൽ പോയപ്പോ മുസാഫിറും ഷമീർ എന്ന് പറയുന്ന 2 കൂടപ്പറപ്പുകളെയാ കിട്ടിയത്. അഭിമാനത്തോടു കൂടി പറയുകയാണ്, ബാങ്ക് വിളിക്കുന്ന പള്ളിയുടെ മിനാരത്തിലൂടെ പടച്ചവനെ അക്രമത്തെ കുറിച്ച് വിളിച്ചു പറയുകയാണ്. ഓടി വന്നത് മുസ്ലിമീങ്ങളാണ്. പടച്ചവനെ സ്വന്തം ജീവിതം പോലും നോക്കാതെ അതാ ശത്രുവിന്റെ മുമ്പിലേക്ക് ചാടി വീണിട്ട് സ്വന്തം ജീവിതം പോലും പടച്ചവനെ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുത്തതും മുസ്ലിമായിരുന്നു. ആ സമുദായമാണ് ഇന്ന് പേരുദോഷം കേൾക്കുന്നത്, ആ സമുദായത്തെയാണ് ഇന്ന് ആക്ഷേപിക്കുന്നത്. എന്നാൽ പഠിക്കേണ്ട കാര്യം എന്തെന്നറിയുമോ? പടച്ചവനെ, തീവ്രവാദിക്ക് ഒരിക്കലും മതമില്ലടോ, തീവ്രവാദിക്ക് മതമില്ല. അവൻ മതത്തെ കുറിച്ച് അറിയുമായിരുന്നെങ്കിൽ, മതത്തിന്റെ ഒരു വാചകം അറിയുമായിരുന്നെങ്കിൽ അവൻ ഒരിക്കലും ഇതുപോലെ ജോലി ചെയ്യാൻ തയ്യാറാകില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹുവിന്റെ ദീനെന്ന് പറഞ്ഞാൽ എന്തെന്നറിയുമോ? പടച്ചവനെ, നബിതങ്ങളെ കൊല്ലാമെന്ന ഒരുപാട് മുസ്ലിമീങ്ങളെ കൊന്നുകളഞ്ഞ അവനെയാണ്, ആ സുമാമയാണ് പള്ളിയിൽ കെട്ടിയിട്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ, ഒരാളും ഒന്നും ചെയ്തു പോകരുത്, ഒരാൾ പോലും സുമാമയെ തൊട്ടു പോകരുത്. എല്ലാവരും അത്ഭുതത്തോടെ നിൽക്കുകയാ, ഒരാളും അവിടെ നിന്ന് തൊട്ടുപോകരുത്. എന്നിട്ട് നബി തങ്ങൾ പറയുകയാണ്, നിങ്ങൾ കഴിക്കാൻ ഭക്ഷണം കൊടുക്കണം, ഒരിക്കലും പട്ടിണിക്കിടരുത്. നിങ്ങൾ കഴിക്കാൻ ഭക്ഷണം കൊടുക്കണേ, നിങ്ങൾ കുടിക്കാൻ ആടിന്റെ പാല് കൊണ്ടുവന്ന് കൊടുക്കണേ. ആരോടാ? സ്വഹാബത്തിനോട് പറയുകയാണ്. എവിടെ വെച്ച് കണ്ടാലും കൊന്നുകളയണമെന്ന് നബി തങ്ങൾ പറഞ്ഞ മനുഷ്യനെ കയ്യെ കിട്ടിയപ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്ന, തൊട്ടുപോകരുത്, ഭക്ഷണം കൊടുക്കണേ, പാല് കൊടുക്കണേ. നബിതങ്ങളൊന്നും മിണ്ടിയില്ലടോ. സ്വഹാബത്ത് നബിതങ്ങൾ പറഞ്ഞത് കാരണം അവരുടെ മനസ്സിലുണ്ടെങ്കിലും അവര് പുറത്തു കാണിച്ചില്ല. അവര് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുകയാ, പാല് കൊണ്ടുവന്ന് കൊടുക്കുകയാ. ഒരു ദിവസം കഴിഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുമാമയുടെ ചാരത്ത് ചെന്നിട്ട് നബിതങ്ങൾ ചോദിക്കുന്നു, മാദാ ഇൻദക യാ സുമാമ, സുഖമാണോ സുമാമ?
സുഖമാണോ സുമാമ? സുമാമ പറയുന്നു, മുഹമ്മദേ എനിക്ക് സുഖമാ. നിനക്ക് വേണമെങ്കിൽ എന്നെ കൊന്നുകളയാ, നിനക്ക് വേണമെങ്കിൽ എന്നെ കൊന്നുകളയാ. എന്നെ വെറുതെ വിട്ടാ നിനക്ക് വേണ്ട പണം മുഴുവനും ഞാൻ തരാ മുഹമ്മദ്. സുമാമയുടെ മറുപടിയാണ്. നബിതങ്ങളൊന്നും മിണ്ടാതെ പോവുകയാണ്. രണ്ടാമത്തെ ദിവസമെത്തി. നബിതങ്ങൾ അപ്പോഴും ചോദിക്കുന്ന, സുമാമ സുഖമാണോ? മുഹമ്മദേ സുഖമാണ്. നിനക്ക് വേണമെങ്കിൽ എന്നെ കൊന്നുകളയാ, ഇല്ലെങ്കിൽ എന്നെ വെറുതെ വിട്ടാൽ നിനക്ക് ആവശ്യമുള്ളത് മുഴുവനും ഞാൻ തരാ സുമാമ. നബിതങ്ങൾ മിണ്ടാതെ പോവുകയാണ്. മൂന്നാമത്തെ ദിവസവും അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിക്കുന്നു, മാതാ ഇന്ദകയാ സുമാമ, സുഖമാണോ സുമാമ? സുമാമ പറഞ്ഞ മറുപടി തന്നെയാണ് പറയുന്നത്. 3 ദിവസം കഴിഞ്ഞപ്പോ നബിതങ്ങൾ പറഞ്ഞു, സ്വഹാബ അടിച്ചുവിട് സഹാബ, അഴിച്ചുവിട് സ്വഹാബ. സ്വഹാബത്തവിടം അഴിച്ചു വിടുകയാണ്. സുമാമ സ്വഹാബത്തിന്റെ മുമ്പിലൂടെ ചിരിക്കുന്ന മുഖത്തോട് അവിടെ നിറങ്ങി നടക്കുകയാണ്. സ്വഹാബികൾ മുഴുവനും അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാ. അതാ സുമാമ മുന്നോട്ട് നടക്കുകയാണ്. പടച്ചവനെ കുറച്ച് മുന്നോട്ട് സഞ്ചരിച്ചു. എന്നിട്ട് തന്റെ വസ്ത്രമങ്ങ് മാറുകയാണ്, കൈകാലുകൾ കഴുകുകയാണ്. എന്നിട്ട് നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് മടങ്ങി വരികയാ. സ്വഹാബത്ത് മുഴുവനും അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോ സുമാമ നബി തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. മുത്തുനബിയുടെ മുമ്പിൽ വന്നിട്ട് സുമാമ പറയുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഷഹാദത്ത് കലിമ പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വരികയാ. എന്നിട്ട് സുമാമ പറഞ്ഞു, നബിയേ എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന മുഖം അങ്ങയുടെ മുഖമാ. എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്നത് അങ്ങയുടെ മുഖമാണ്. ഇന്നെന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന മുഖം അങ്ങയുടേതാണ്. ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന നാട് മദീനയാണ്. ഇന്നെന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നാട് മദീന എന്ന് പറയുന്ന നാടാണ്. യാ റസൂലല്ലാഹ്, എന്തൊരു ജീവിതമാനബിയേ, എന്തൊരു സ്നേഹമാനബിയേ, എന്തൊരു അനുസരണയാനബിയേ. ഇത് കണ്ടിട്ട് ഞാൻ മുസ്ലിമായില്ലെങ്കിൽ ഇനി ഏത് കാലത്താ ഞാൻ നന്നാകുന്നത്? എന്തിനാണ് ഞാൻ ഈ ചരിത്രം പറഞ്ഞതെന്നറിയുവോ? മുസ്ലിം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അവനെ കാണുമ്പോ ജനങ്ങൾ ഓടി വരികയാണ്, അവനുമായി സംസാരിക്കാൻ, അവനുമായിട്ട് സഹകരിക്കാൻ, അവനുമായി യാത്ര ചെയ്യാൻ, അവന്റെ കൂടെ താമസിക്കുവാൻ, അവന്റെ അയൽവാസിയാകാൻ. ഒരു യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച ജനങ്ങൾ നമ്മളെ തേടി വരുമെന്ന് ചരിത്രം പഠിപ്പിക്കുകയാ. അതുകൊണ്ട് ദീനില്ലാത്തതിനെ പേടിക്കണം സഹോദരാ, ദീനില്ലാതെ പോകുന്നതിനെ ഭയക്കണമടോ. ഇന്ന് നമുക്ക് ദീനില്ല, നമ്മുടെ വീടുകളിൽ ദീനില്ല, നമ്മുടെ ഭാര്യമാർക്ക് ദീനില്ല, നമ്മുടെ മക്കൾക്ക് ദീനില്ല, നമ്മുടെ കുടുംബം ദീനില്ലാതെ പോവുകയാണ്. അതുകൊണ്ടാണ് യുവതലമുറ ഇങ്ങനെ തകർന്നു പോകുന്നത്. ഇവര് പതാ അടിച്ചുവിട്ട പട്ടം പോലെ പറന്നു നടക്കുന്നത് അതുകൊണ്ടാ. അതുകൊണ്ട് വഅദ് കേൾക്കാമെന്നവരെ, അല്ലാഹുവിന്റെ ഖുർആനിന് നിങ്ങളോട് ചിലത് പറയാനുണ്ട് മോനെ. അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാമായ ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആനിന് നിങ്ങളോട് ചിലത് പറയാനുണ്ട്. കേട്ടേ പറ്റു സഹോദരാ. അല്ലാഹുവിന്റെ ഖുർആനിന് പറയാനുള്ളത് എന്താണെന്ന് നിങ്ങളൊന്ന് കേൾക്കണേ, നിങ്ങളൊന്ന് കേൾക്കണേ. നിങ്ങൾ കേട്ടാൽ നിങ്ങളുടെ ജീവിതം മാറുമടോ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈമാൻ ഉറപ്പിക്കണേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തണേ അല്ലാ. പടച്ചവനെ, അല്ലാഹുവിന്റെ ദീനനുസരിച്ച് ജീവിച്ചിട്ട് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാ.
ഒരു മരണം തരണേ തമ്പുരാന്. എൻ്റെ പ്രിയപ്പെട്ടവര്, സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാ. ബക്കറ്റുണ്ടോ? ഇല്ലേ? അൽഹംദുലില്ലാഹ്, സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. എന്തിനാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയുമല്ലോ. നിങ്ങൾ കൊടുത്തതൊന്നും ഇന്ന് വരെ നഷ്ടമായിട്ടില്ല. അല്ലാഹുവേ, ഇന്ന് പടച്ചവന് ശൈഖുനയുടെ കയ്യിൽ നിന്ന് ഈ വിദ്യാർത്ഥികൾ സനത് വാങ്ങുന്നത് കണ്ടില്ലേ? അതാരുടെ മക്കളാ? നിങ്ങളുടെ മക്കളാ. നിങ്ങൾ കൊടുത്ത ഭക്ഷണമാണ് കഴിച്ചത്. പടച്ചവനെ, നിങ്ങൾ കൊടുത്ത പൈസ കൊണ്ടാണ് ഇവിടെ പലതും ചെയ്തത്. പടച്ചവനെ, ഹാജി സ്ഥലം കൊടുത്തു. പടച്ചവനെ, ബിൽഡിംഗ് ആയില്ലേ? ഈ മക്കള് നിങ്ങളുടെ മക്കളാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും പഠിച്ച ഹാഫിളീങ്ങളുണ്ടല്ലോ, എല്ലാം ഈ സ്ഥാപനത്തിന് വേണ്ടിയാണ്. പടച്ചവനെ, ഇപ്പൊ പരിപാടി നടത്തുന്നതും സ്ഥാപനത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് സംഘാടകർ ബക്കറ്റുമായി മുമ്പിലേക്ക് കടന്നു വരികയാ. ഒരാളുടെയും 5 നയാ പൈസ അല്ലാഹുവിന് ആവശ്യമില്ല. നിനക്കാണ് ആവശ്യം, നമുക്കാണ് ആവശ്യം, നമുക്കാണ് ആവശ്യം. നമ്മൾ കൊടുത്താ നമുക്കാണ് പ്രയോജനമുള്ളത്. നബിതങ്ങൾ പറഞ്ഞല്ലോ, അസ്വദഖതു റദ്ദുൽ ബലാ. സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. സദഖ വിപത്തുകളെ തട്ടിമാറ്റുകയാണ്, ദുരന്തങ്ങളെ തട്ടിമാറ്റുകയാണ്, അപകടങ്ങളെ തട്ടിമാറ്റുകയാണ്. പടച്ചവനെ, അതാ ഹാജിയാരുടെ വീട്ടിൽ നിന്നിറങ്ങിയപ്പോ ഒരു സഹോദരൻ പറഞ്ഞു, ഉസ്താദേ, എന്റെ കൂടപ്പറപ്പിന് ഒരു ആക്സിഡന്റ് പറ്റി. പടച്ചവനെ, ആഴ്ചകളോളം വെന്റിലേറ്ററിലായിരുന്നു. ദുആ ചെയ്യണേ എന്ന് പറഞ്ഞു. ശിഫ കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഇപ്പോഴാണ് പറഞ്ഞത്, ഉസ്താദ്, നിങ്ങളുടെ വഅദ് കേൾക്കുന്ന ഒരു പൊന്നുമോര് കാലിന് വല്ലാത്ത പ്രയാസമാ, ദുആ ചെയ്യണേ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, കൊടുക്കുന്ന സദഖയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ദുരന്തങ്ങളെ തട്ടിമാറ്റുകയാണ്, അപകടങ്ങളെ തട്ടിമാറ്റുകയാണ്. അതുമാത്രമല്ല, രോഗങ്ങളില്ലാത്തവര് കുറവാണല്ലോ. പലരും പറയുന്ന, ഉസ്താദേ, എന്ത് മരുന്ന് കഴിച്ചിട്ടും എന്റെ രോഗം മാറുന്നില്ല. വല്ലാത്ത വേദനയാ, വല്ലാത്ത പ്രയാസമാ. രോഗം മാറണോ വാപ്പാ? രോഗം മാറണോ പെങ്ങള്? ഒരു മരുന്ന് പറഞ്ഞു തരട്ടെ, ഒരു മരുന്ന് പറഞ്ഞു തരട്ടെ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാ അവര് സദഖ കൊടുത്ത് ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അള്ളാഹുവിന് ചില അടിമകളുണ്ട്. ഇരിക്കണ നിങ്ങൾക്ക് എല്ലാവർക്കും അതറിയാം. ഇപ്പൊ ബക്കറ്റ് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ പൊട്ടം കളിക്കും, അത് വേറെ വിഷയം. എടോ, ഈ ഇരിക്കണ എല്ലാവർക്കും അറിയാം, സദഖ വിപത്തുകളെ തട്ടിമാറ്റും. എടോ, ഏത് രോഗത്തെയും മാറ്റാൻ കഴിവുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്ക്, ഇന്ന് വയല് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോകുന്ന സമയത്ത് നിങ്ങളൊന്ന് വീണു, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആര് വേണമെങ്കിലും വീഴാം, ആര് വേണമെങ്കിലും വീഴാം. നിങ്ങളൊന്ന് തെറ്റി താഴെ വീണു, തലയൊന്ന് പോയി അടിച്ചു, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എടുത്തുകൊണ്ടുപോയി. ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു, നേരെ മംഗലാപുരത്തോട്ട് പൊക്കോളാൻ. അങ്ങനെ മംഗലാപുരത്തേക്ക് കൊണ്ടുപോയി, അല്ലെങ്കിൽ കണ്ണൂരേക്ക് കൊണ്ടുപോയി, അല്ലെങ്കിൽ വയനാട് ഭാഗത്തേക്ക് കൊണ്ടുപോയി. ഏതെങ്കിലും വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇന്ന് ഐസിയുവിനകത്ത് കിടക്കട്ടെ. നേരെ ഐസിയുവിനകത്ത് കയറ്റി കിടത്തി. കുറച്ച് കഴിഞ്ഞ് ഡോക്ടർ വന്ന് പറഞ്ഞു, ഇത്തിരി പ്രശ്നമാണ്, 24 മണിക്കൂർ കഴിഞ്ഞിട്ട് പറയാം, സർജറി വേണ്ടി വരും. സഹോദര, നാളെ രാവിലെ നിങ്ങളുടെ മകൻ ഈ സ്ഥാപനത്തിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഉസ്താദ് ചോദിച്ചു, എന്തേ മോനെ? ഉമ്മ പറഞ്ഞു വിട്ടതാ ഉസ്താദെ, ഉമ്മ പറഞ്ഞു വിട്ടതാ ഉസ്താദെ. എന്തേ മോനെ? വാപ്പച്ചി ഇന്നലെ രാത്രി ബാത്റൂമിനകത്ത് വീണിട്ട് തലയടിച്ചിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ഐസിയുവിൽ കിടക്കുകയാ. ഡോക്ടർ സർജറി ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഉസ്താദെ, ഒരു നേരത്തെ ഭക്ഷണത്തിൻ്റെ പൈസ ഉമ്മ തന്നു വിട്ടതാ. മുതല്ലിമീങ്ങളൊക്കെ ഒന്ന് വിളിച്ചിരുത്തിയിട്ട് ഒന്ന് ദുആ ചെയ്തിട്ട് എൻ്റെ വാപ്പാനെ രക്ഷപ്പെടുത്തണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പുറം അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ഇതേ പറഞ്ഞ് ഈ പൈസ ഉമ്മ തന്നതാണ്. പൈസ കൊടുത്തിട്ട് പറയുന്ന ദുആ ചെയ്യാൻ. അപ്പം നിനക്കറിയാം സദഖ കൊടുത്താൽ രക്ഷപ്പെടുമെന്ന്. ക്യാൻസറിൻ്റെ ടെസ്റ്റിന് അയച്ചാൽ എന്തും നിങ്ങൾ കൊടുക്കും.
ഡോക്ടർ പറഞ്ഞു ക്യാൻസർ ബയോപ്സിക്കൊന്ന് അയക്കണം, പടച്ചവന് റിസൾട്ട് വരുന്നത് വരെ പള്ളിക്കും മാദ്രസയ്ക്കും എന്തിനൊക്കെ കൊടുക്കാൻ പറ്റുമോ നിങ്ങൾ കൊടുക്കും. അപ്പം എല്ലാവർക്കും അറിയാം സദക്ക കൊടുത്താൽ രക്ഷപ്പെടുമെന്ന്. നബിതങ്ങൾ പറഞ്ഞു അള്ളാഹുവിന് ചില അടിമകളുണ്ട്, ആ അടിമകൾക്ക് രോഗം വന്നാൽ അവർ സദക്ക കൊടുത്ത് ചികിത്സിക്കും. ഒരു വെളിച്ചമായിട്ടാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിന് നമ്മളോട് പറയാനുള്ള ഒന്നാമത്തെ കാര്യം, വെറുതെ ഇങ്ങനെ ഓതി തീർക്കാനുള്ള ഒരു ഗ്രന്ഥമല്ല അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ. പുസ്തകങ്ങൾ വായിച്ചു തീർക്കുന്നത് പോലെ വായിച്ചു തീർക്കാനുള്ളതല്ല അള്ളാഹുവിൻ്റെ ഖുർആൻ. ആ ഖുർആൻ നീ ഒന്ന് പാരായണം ചെയ്യണം. ആ പരിശുദ്ധമായ ഖുർആന് നീ പാരായണം ചെയ്യുന്ന സമയത്ത് അതിനകത്ത് പറയുന്നത് എന്താണെന്ന് നീ ഒന്ന് ചിന്തിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മളോട് പറയുന്ന ഒന്നാമത്തെ കാര്യം, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ ഞാൻ 5 ഖത്തം തീർത്തു, 10 ഖത്തം തീർത്തു, മാസത്തിൽ 2 ഖത്തം തീർക്കുന്നവനാ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നീ ഓതുന്നത് ഒരു സൂറത്താണെങ്കിലും ഒരു ആയത്താണെങ്കിലും അതിനകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യം എന്താണെന്ന് നീ ഒന്ന് ചിന്തിക്കണം. ആ ഒരു ചിന്ത നിന്നിലേക്ക് കടന്നു വന്നാൽ ആ പരിശുദ്ധമായ ഖുർആൻ ഒന്ന് നല്ല രീതിയിൽ അതിൻ്റെ അർത്ഥമൊന്ന് മനസ്സിലാക്കിയിട്ട് നീ ഒന്ന് പാരായണം ചെയ്താൽ, എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ ജീവിതത്തിൽ മാറ്റം വരികയാണ്, നിനക്ക് നന്നാകാൻ തോന്നുകയാണ്, നിന്റെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റം വരും മക്കളെ. പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്താൽ ഒരിക്കലും നന്നാകില്ല എന്ന് പറഞ്ഞു ജനങ്ങളെ എഴുതി തള്ളിയവര് പോലും നന്നായത് വഴുത് കേട്ടിട്ടല്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് കേട്ടപ്പോ ജീവിതത്തിൽ ഒരിക്കലും നന്നാകില്ല എന്ന് പറഞ്ഞ് ജനങ്ങൾ മുഴുവനും എഴുതി തള്ളിയവര് പോലും നന്നായ ചരിത്രമാണ് പരിശുദ്ധമായ ദീനിൽ പഠിക്കാറുള്ളത്. ആരെയാണ് നന്നാക്കിയതെന്നറിയുമോ? ഒരിക്കലും നന്നാകില്ല എന്ന് പറഞ്ഞ് ജനങ്ങളെ എഴുതി തള്ളിയ മനുഷ്യനാണ് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഖത്താബിന്റെ മകൻ ഉമർ, ഖത്താബിന്റെ മകൻ ഉമർ. ആ കാട്ടാളനായ ഉമറിന്റെ ചരിത്രം വായിച്ചു നോക്കടോ. പടച്ചവനെ ഭയപ്പെടുത്തുന്ന ജീവിതം നയിച്ച ആളാണ് ഖത്താബിന്റെ മകൻ ഉമർ. എല്ലാവർക്കും വല്ലാത്ത പേടിയായിരുന്നു. പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വരെ ഖത്താബിന്റെ മകൻ ഉമർ വരുന്നു എന്ന് പറഞ്ഞാൽ കരയുന്ന മക്കൾ പോലും പേടിച്ച് കരച്ചിൽ നിർത്തുമായിരുന്നു. ഉമർ ആരാണെന്ന് അറിയണമെങ്കിൽ, ഉമറിന്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരേ ഒരു ചരിത്രം നോക്കിയാ മതിയടോ. പടച്ചവനെ, ഖത്താബിന്റെ മകൻ ഉമറിന്റെ അയൽവാസിയായ ഒരു മനുഷ്യനുണ്ടല്ലോ, ഉമറിന്റെ പരിസരത്ത് താമസിക്കുന്ന അയൽവാസിയോട് ഒരാൾ ഓടി വന്നിട്ട് പറയുകയാ, ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി, ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി. പടച്ചുറപ്പേ, അയൽവാസിയുടെ മറുപടി എന്തെന്നറിയുമോ? അയൽവാസിയുടെ മറുപടി എന്തെന്നറിയുമോ? എൻ്റെ വീടിൻ്റെ മുറ്റത്ത് കെട്ടിക്കിട്ടിരിക്കുന്ന കഴുത മുസ്ലിമായി എന്ന് പറഞ്ഞാൽ, എൻ്റെ വീടിൻ്റെ മുമ്പിൽ കെട്ടിക്കിട്ടിരിക്കുന്ന ഈ കഴുതയുണ്ടല്ലോ, ഇത് മുസ്ലിമായി എന്ന് പറഞ്ഞാ ഞാൻ വിശ്വസിക്കാം. പക്ഷേ ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ല. കഴുത മുസ്ലിമായാലും ഉമർ മുസ്ലിമാകില്ല. പടച്ചവനെ, ഉമറിന്റെ ജീവിതം അങ്ങനെയായിരുന്നു. പരിശുദ്ധമായ കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് പടച്ചവനെ ഉമർ തങ്ങൾ അവിടെ നിന്നുകൊണ്ട് പറയുകയാണ്, ഞാൻ മുഹമ്മദിന്റെ തലയെടുത്തു കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചിട്ടാണ് ഉമർ പോകുന്നത്. അള്ളാന്റെ റസൂലിനെ കൊല്ലാനാണ് പോകുന്നത്. ഉമർ തങ്ങൾ നബി തങ്ങളെ കൊല്ലാൻ വേണ്ടി പോകുമ്പോ വഴിയിൽ വെച്ചുകൊണ്ട് ഒരാൾ ചോദിച്ചു, ഉമറേ എവിടെ പോവുകയാ? പുതിയ മതവുമായി കടന്നു വന്ന മുഹമ്മദിന്റെ തലയെടുക്കാൻ പോവുകയാണ്. പടച്ചവനെ, അവനാണ് നമ്മുടെ ദൈവങ്ങളെ മുഴുവനും കുറ്റം പറഞ്ഞവന് എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ പറയുമ്പോ ആ മനുഷ്യൻ പറഞ്ഞു, നീ മുഹമ്മദിനെ കൊല്ലുന്നതിന് മുമ്പ് ആദ്യം പോയിട്ട് നിന്റെ കുടുംബം നേരെയാക്ക്. നിന്റെ സഹോദരി ഫാത്തിമയും അതാ മുഹമ്മദിന്റെ മതത്തിൽ പോയിരിക്കുകയാണ്. ഉമറിന് വല്ലാത്ത ദേഷ്യം വന്നടോ. ഉമർ തങ്ങളെ പടച്ചവനെ ഫാത്തിമ എന്ന് പറയുന്ന കൂടപ്പറപ്പിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ
അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. ഫാത്തിമ എന്ന് പറയുന്ന സഹോദരിയെ വളരെ ക്രൂരമായ രീതിയിൽ അവിടെ നിന്ന് തല്ലിച്ചതയ്ക്കുകയാണ്. തന്റെ സഹോദരിയെ വല്ലാതെ തല്ലിച്ചതയ്ക്കുകയാ. കൂടപ്പറപ്പിന്റെ ശരീരത്തിലൂടെ രക്തം ഇങ്ങനെ ഒഴുകുന്നത് കണ്ടപ്പോ ഉമർ തങ്ങളുടെ മനസ്സൊന്ന് പതറുകയാണ്. ഒന്നുമില്ലെങ്കിലും തന്റെ സഹോദരിയാണല്ലോ. അതാ രക്തം ഇങ്ങനെ ഒഴുകുന്നത് കണ്ടപ്പോ ഉമറിന്റെ ദേഷ്യമൊക്കെ ഒന്ന് കുറയുകയാണ്. അവസാനം ഉമർ ചോദിക്കുന്നു, ഫാത്തിമ, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ നീ എന്തോ പാടുന്നത് കണ്ടല്ലോ. അതാ ഫാത്തിമ പറയുന്നു, ഞാൻ പാട്ടുപാടിയതല്ല, ഞാൻ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് ഓതിയതാ. ഫാത്തിമയോട് പറയുന്നു, എനിക്കൊന്ന് വായിച്ചു തരുമോ? ഫാത്തിമ പറഞ്ഞു, പോയി കൈകാലുകൾ കഴുകിയിട്ട് വരാറ്. ഖത്താബിന്റെ മകൻ ഉമറുണ്ടല്ലോ, അവസാനം ചെന്ന് കൈകാലുകൾ കഴുകിയിട്ട് തന്റെ കൂടപ്പറപ്പിന്റെ മുമ്പിലേക്ക് കടന്നു വന്നപ്പോ സൂറത്തു ത്വാഹ എന്ന് പറയുന്ന അധ്യായമുണ്ടല്ലോ, ത്വാഹ എന്ന് തുടങ്ങുന്ന പരിശുദ്ധമായ ഖുർആനിലെ 3-4 ആയത്തുകൾ അവിടുന്ന് പാരായണം ചെയ്തു കൊടുക്കുകയാണ്. ആ ഖുർആനിന്റെ ആയത്ത് കേട്ടപ്പോ ഉമറിന്റെ ഹൃദയമങ്ങ് പിടയുകയാ. കാട്ടാളനായ ഉമറിന്റെ ഹൃദയമെന്ന് പിടയുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാം, ആ ഖുർആനിന്റെ ആയത്തുകൾ ഇങ്ങനെ ഓതുന്നത് കേട്ടപ്പോ ഉമറിന്റെ ഹൃദയമെന്ന് പിടയുകയാണ്. പടച്ചവനെ അതാ ഇറങ്ങിയില്ല ഹദ്റത്തി അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് പോവുകയാണ്. ഖത്താബിന്റെ മകൻ ഉമർ വരുന്നത് കണ്ടപ്പോ സ്വഹാബത്ത് പതറിപ്പോയടോ, സ്വഹാബത്ത് ഭയന്നു പോയടോ. കാരണം വരുന്നത് ഉമറാണ്. സ്വഹാബത്ത് പലരും പേടിച്ചു പോയി, എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പോഴാണ് മഹാനായ സയ്യിദുനാ ഹംസ റളിയല്ലാഹു തആല അൻഹു ഉമർ തങ്ങൾ കടന്നു വരുമ്പോ ഹംസ റളിയല്ലാഹു തആല ഉമറിനെ തടഞ്ഞു നിർത്തുകയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ ഉമറിനെ തടഞ്ഞു നിർത്തുന്നത്. അവിടെ നിന്ന് പറഞ്ഞു, ഉമറേ, അള്ളാഹുവിന്റെ റസൂലിനെ കാണാമെന്നതാണോ, മുസ്ലിമാകാമെന്നതാണോ, നിനക്കിതിനകത്ത് കയറിയിട്ട് ജീവനോടെ മടങ്ങിപ്പോകാ, അല്ല നബിതങ്ങളെ എന്തെങ്കിലും ചെയ്യാമെന്നതാണോ? ഉമറേ, ജീവനോടെ നീ ഇവിടെ നിന്നിറങ്ങി പോകില്ല. പടച്ചവനെ, ഉമർ ഭയന്നു പോയടോ. മുസ്ലിമായ ഹംസ റളിയല്ലാഹു തആല അൻഹു ആ ഈമാൻ ഉറച്ച സഹാബിയുടെ വാക്ക് കേട്ടപ്പോ ഉമർ പതറിപ്പോയടോ. നബി തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞുകൊണ്ട് ഉമർ മുസ്ലിമായെന്ന ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നന്നാക്കിയത് അല്ലാഹുവിന്റെ ഖുർആനാ. ഉമറിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയത് പരിശുദ്ധമായ ഖുർആനാ.